ഞാൻ ആദ്യം നിമിഷപ്രിയയുടെ പ്രേമകുമാരി അമ്മ ഈ സംഭവം, അതായത് ഇപ്പോൾ നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ നാളെ നടക്കുമെന്ന് ഉള്ള ആശങ്കയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അതിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ അമ്മ? കേൾക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ശ്രീ സാമുവൽ, നിങ്ങളുടെ മൈക്ക് ഓഫാണ്, അതാണ് അവിടുന്ന് പറയുന്നത് കേൾക്കാത്തത്. ശരി, അമ്മ പറഞ്ഞോളൂ. അമ്മ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. പറഞ്ഞോളൂ. നാളെ നടക്കാനുള്ള വലിയ ഒരു കാര്യം മാറ്റിവെക്കാൻ കഴിഞ്ഞതിന് ഞാൻ ഒരുപാട് നന്ദി പറയുവാണ്. എന്തായാലും എല്ലാവരുടെയും കഷ്ടപ്പാടുകളും സാറുടെ പോലും ഉറക്കമില്ലാത്ത കഷ്ടപ്പാടുകളും കൊണ്ട് അത് മാറ്റിവെക്കാൻ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളും ഒരുപാട് കിടക്കുമല്ലേ നമ്മുടെ മുമ്പില്. അമ്മ ഈ സനയിൽ വന്നിട്ട് നിമിഷപ്രിയയെ ജയിലിൽ പോയി കാണാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നല്ലോ. അതിലെന്തെങ്കിലും ഒരു തീരുമാനമായിട്ടുണ്ടോ? മകളെ കാണാൻ കഴിയുമോ ഈ അടുത്ത ദിവസങ്ങളിൽ എങ്ങാനും? ഇടയ്ക്ക് ഞാൻ പോയി കാണാറുണ്ട്. ഇപ്പൊ ഈ ജൂൺ 18 ഞാൻ പോയി കണ്ടത് അവളെ. ശരി. പിന്നെ ഈ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ സംബന്ധിച്ചിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അതായത് ഇപ്പോൾ പലതരത്തിലാണല്ലോ ചർച്ചകൾ നടക്കുന്നത്. ഒന്നിപ്പോൾ ഈ തീയതി മാറ്റിവെച്ചു, അത് നമുക്ക് ആശ്വാസമുണ്ട്. ഇനി ഈ തലാലിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതിൽ അടുത്ത ബന്ധുവൊക്കെ ഈ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട്. ഈ ചർച്ചകളെ കുറിച്ച് എന്തെങ്കിലും അമ്മയ്ക്ക് അറിയാമോ? ചർച്ചകൾ സാറ് ആവശ്യമുള്ള സ്ഥലത്തേക്കൊക്കെ എന്നെ കൊണ്ടുപോകാറുണ്ട്. വക്കീലിന്റെ വീട്ടിലേക്ക്, അങ്ങനെയൊക്കെ പല ഓഫീസിലേക്കൊക്കെ എന്നെ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ബാക്കി കാര്യങ്ങൾ സാറ് വന്ന് എന്നോട് പറയും. അമ്മ ഇപ്പോൾ അവിടെ നിന്നിട്ട് ഈ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ എന്താണ് തോന്നുന്നത്? എവിടെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിൽക്കുന്നത് അമ്മയ്ക്ക്, അമ്മയുടെ ഒരു തോന്നലിൽ? അങ്ങനെ പ്രധാനപ്പെട്ടിട്ട് അങ്ങനെ ഒരു കാര്യം എനിക്ക് പറയാനില്ല. എന്റെ മോളെ രക്ഷിക്കാനായിട്ട് എല്ലാവരും സഹായിക്കണം എന്ന് പറയുന്നത് മാത്രമേ എനിക്ക് പറയാനേ ഉള്ളൂ. അമ്മ നിമിഷപ്രിയെ ഈ ഇപ്പോൾ ഒടുവിൽ പോയി കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? നിമിഷപ്രിയ എന്ത് പറഞ്ഞു അമ്മയോട്? നിമിഷയ്ക്ക് ഏതാനും മാസങ്ങളായിട്ട് നല്ല ടെൻഷനാണ് നിമിഷയ്ക്ക്. ചില വിവരങ്ങളൊക്കെ നിമിഷയ്ക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നല്ല ടെൻഷനായിട്ടുള്ള ഒരു ഇതിലാണ് അവളുടെ നീക്കം. എങ്കിലും എന്റെ മുമ്പിൽ അവൾ ഇങ്ങനെ ടെൻഷനൊക്കെ കുറച്ചുള്ള അഭിനയമൊക്കെ പറയും. എങ്കിലും ഉറക്കം ഇല്ലായ്മയും മറ്റു ബുദ്ധിമുട്ടുകളും ചിന്തകളും ഇങ്ങനെ എപ്പോഴും അവൾക്ക് ഭയങ്കര പേടിയാ എന്ന് എന്നോട് പറയാറുണ്ട്. ആരോഗ്യത്തെക്കുറിച്ചാണ് അമ്മ നിമിഷപ്രിയ അന്വേഷിച്ചത് അമ്മ കണ്ട് സംസാരിച്ചപ്പോൾ? അവൾ അന്വേഷിക്കുന്നത് ആദ്യം സാറിനെയാണ് അന്വേഷിക്കുന്നത്. സാർ അന്നേരം നാട്ടിലായിരുന്നു. സാർ നാട്ടിലായിരിക്കുമ്പോഴേ എന്നെ എംബസി ഉദ്യോഗസ്ഥൻ എന്നെ അവിടെ അവളെ കാണാൻ കൊണ്ടുപോയി. അന്നേരം സാറ് എപ്പോ വരുന്ന, അവളെ എപ്പോ മെസ്സേജ് ഇടുമ്പോഴും സാർ എപ്പോ വരുന്ന നിമിഷം ചോദിക്കുള്ളൂ. നാട്ടിലെ ആളുകളെ കുറിച്ചൊക്കെ അന്വേഷിച്ചോ? കുടുംബത്തെ കുറിച്ചൊക്കെ അന്വേഷിച്ചോ? ഇതൊന്നും പ്രധാനപ്പെട്ട അവൾക്ക് ഇല്ല. പക്ഷെ സാറ്, സാമുവൽ സാർ എപ്പോ വരും അമ്മ എന്നാണ് അവള് ചോദിക്കുന്നത്. കാരണം അവളുടെ കാര്യങ്ങളായിട്ട് ചെയ്യാൻ ഇവിടെ സാറ് മാത്രല്ലേ ഉള്ളൂ. അപ്പോ സാറ് വൈകുന്നോറും എനിക്കും തന്നെ ടെൻഷനാണ്. പക്ഷെ ഞാനത് ഒക്കെ എന്തായാലും ഇത്രയും വരുന്നൊന്നും നമ്മൾ ചിന്തിക്കാതിരിക്കുമായിരുന്നു. പിന്നെ എന്തോ ദൈവത്തിന്റെ കൃപ കൊണ്ട് സാറ് വരാൻ തുടങ്ങുമ്പോ കാര്യങ്ങൾ ദൈവം രണ്ടും എല്ലാം ഒരുമിച്ച് കൂട്ടി തന്നു. അമ്മ ഈ നിമിഷപ്രിയ ഈ
ഈ മോചനത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന ശ്രമങ്ങളുണ്ടല്ലോ, എല്ലാ തരത്തിലും എല്ലാ തലങ്ങളിലും നടത്തുന്ന കുറേ ശ്രമങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ നിമിഷപ്രിയയ്ക്ക് അറിയാമോ? നിമിഷപ്രിയയോട് ഞാന് പറയാറില്ല. വേണ്ട എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ പറയും, സമാധാനമായിട്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും നടക്കും എന്നാണ് ഞാൻ പറയാറുള്ളത്. അങ്ങനെ എന്നെ എപ്പോഴും വിളിക്കാനൊന്നും അവൾക്ക് പറ്റൂല. അമ്മയ്ക്ക് കണ്ടപ്പോൾ എന്ത് തോന്നി നിമിഷയെ കണ്ടപ്പോൾ? നിമിഷ വല്ലാത്ത ടെൻഷനാണെന്ന് എനിക്ക് മനസ്സിലായി കണ്ടപ്പോ തന്നെ. നിമിഷയ്ക്ക് അപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടെന്ന് തോന്നുന്നു അല്ലേ അമ്മ? ഈ എങ്ങനെയായാലും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ മനസ്സിലുണ്ട് എന്ന് തോന്നുന്നു അല്ലേ നിമിഷയ്ക്ക്? തീർച്ചയായും അവൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. അമ്മ ഈ പല തരത്തിലുള്ള ഇപ്പോൾ സാമുവൽ ജെറോം അവിടെ ഉണ്ട്. സാമുവൽ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മയുടെ കാര്യമൊക്കെ നോക്കുന്നുണ്ട്. അമ്മ പറഞ്ഞ പോലെ തന്നെ ആളുകളെയൊക്കെ കാണിക്കുന്നു. ഇവിടെ നാട്ടിലും ഇതുപോലെ പലതരത്തിലും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉസ്താദ് AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ട് അവിടെ ഒരു സൂഫി വര്യനെ ഇടപെടുത്തിക്കൊണ്ട് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ വിവരങ്ങളൊക്കെ അമ്മ അറിഞ്ഞോ? ഞാൻ ആ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. ഞാൻ അതൊന്നും ഓർക്കുന്നില്ല. എന്തായാലും ഇപ്പൊ ഇവിടെ ചർച്ച നടന്നുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. ചർച്ചയ്ക്കുള്ള വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അറിയാം. അമ്മ പ്രാർത്ഥനകളിൽ തന്നെ ആയിരിക്കും അല്ലേ? ഞാൻ ആവശ്യമില്ലാത്ത എന്നോട് സാർ പറയാറില്ല. വിഷമമുള്ള കാര്യങ്ങളൊന്നും അധികം എന്നോട് പറയാറില്ല. പക്ഷെ ഞാനും അത്ര തിരക്ക് ചോദിക്കും, പറയാൻ സമയമുണ്ടെങ്കിൽ ചിലത് പറയും, അത്രേ ഉള്ളൂ. വിഷമമുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയാറില്ല. ഇന്നിപ്പോൾ അമ്മ ഈ നിമിഷപ്രിയയുടെ നാളെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം എന്നൊക്കെ നമ്മൾ പേടിച്ചാണ്. ആ തീയതി ഏതായാലും മാറ്റിയിട്ടുണ്ട്. അപ്പം അമ്മയ്ക്കിപ്പോൾ ഒരു ശുഭപ്രതീക്ഷയില്ലേ? പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്നങ്ങനെ ഒരു ശുഭപ്രതീക്ഷ അമ്മയ്ക്കില്ലേ? തീർച്ചയായും ഈ സംഭവം നടക്കൂല. സാർ ഇവിടെ എത്തി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഉറപ്പായും ഇതിന് നല്ല പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്നത് തന്നെയാണ്.